മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിറ്റു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിറ്റു ഞാൻ അലഞ്ഞപ്പോ, സ്വന്ത വീട്ടിൽ ചേർത്തു കൊള്ളമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം വീട്ടിൽ ചേർത്തു കൊള്ളമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അങ്ങേ മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 311 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം 39 അധ്യായത്തിൽ വിവിധമായിട്ടുള്ള വിഷയങ്ങൾ കാണുകയായിരുന്നു. യോസഫ് എന്ന യൗവനക്കാരനെ, യഹോവ ഭക്തനെ പൊത്തിഫേറിൻ്റെ വീട്ടിൽ പിശാച് കെണിയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് നാം ഓർക്കുകയുണ്ടായി. പൊത്തിഫേറിൻ്റെ ഭാര്യ പിശാചിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായി യോസഫിനെ ആത്മീയമായി വീഴ്ത്തുവാൻ പരിശ്രമിച്ചത് എങ്ങനെയെന്ന് നാം വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർത്തതാണ്. എന്നാൽ യോസഫ് എന്ന മഹാഭക്തൻ ആ ഭവനത്തിലെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്, പാപത്തിനെതിരെ നിൽക്കുന്നത്, പാപം ചെയ്യുവാൻ താൻ ഭയപ്പെടുന്നത്, ദൈവത്തെ മാനിക്കുന്നത് വളരെ വ്യക്തമായി നാം ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് നാം ഓർത്തത്, പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ച യൗവനക്കാരനായ യഹോവ ഭക്തനെ, യോസഫിനെ സ്വർഗം വിവിധ തരങ്ങളിൽ ആദരിച്ചു എന്നുള്ളതാണ്. ഒടുവിലായിട്ട് നാം ഓർത്തത്, കാരാഗൃഹത്തിൽ അവനെ ഉയർത്തിയത് നാം ഓർക്കുകയുണ്ടായി. പൊത്തിഫേറിൻ്റെ വീട്ടിലും ഇതുതന്നെ സംഭവിച്ചതായി നാം ഓർക്കുകയുണ്ടായി. നാം പറഞ്ഞതുപോലെ പാപത്തിനെതിരെ നിന്നപ്പോൾ തീർച്ചയായിട്ടും ലോകം യോസഫിനെ ബുദ്ധിമുട്ടിച്ചതും യോസഫിനെ കാരാഗ്രഹത്തിലാക്കിയതുമെല്ലാം നാം ഓർക്കുകയുണ്ടായി. ദൈവഭക്തനായ ഒരു വ്യക്തി കർത്താവിനായി നിൽക്കുമ്പോൾ ലോകം വെറുതെ ഇരിക്കുകയില്ല. പിശാച് അവനെതിരെ ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ അതിൻ്റെ മധ്യയിൽ സ്വർഗത്തിലെ ദൈവം ആദരിക്കും, ഉയർത്തും എന്നുള്ളത് നമുക്കുള്ള വിവിധ പ്രതിഫലങ്ങളിൽ ഒന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് നാം മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത്, പാപത്തിനെതിരെ നിലകൊണ്ട യോസഫിനെ ദൈവം ആദരിച്ചതിൻ്റെ 4ാമത്തെ ചിത്രം ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ കഴിയുന്നു. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ യോസഫിനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഞാനതിനെ ഇങ്ങനെ ക്രോഡീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം യോസഫിൻ്റെ പ്രവൃത്തികളെ സഫലമാക്കി. യഹോവ യോസഫിനോട് കൂടെ ഇരുന്ന് യോസഫ് ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ആദരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അർത്ഥാൽ നോക്കേണ്ടുന്ന ആവശ്യമില്ലാതെ വണ്ണം തികവോടുകൂടെ അവനെ ഏൽപ്പിച്ച പ്രവൃത്തി നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം യോസഫിന് കാരാഗ്രഹത്തിൽ കൃപ കൊടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ആക്കി വയ്ക്കുന്ന ഇടങ്ങളിൽ നാം ദൈവത്തോട് വിശ്വസ്തരായി നിലകൊണ്ടാൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ ആദരിക്കുന്ന, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സഫലമാക്കുന്ന ആളുകൾ പരിശോധിക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെ നോക്കുമ്പോൾ അത്
പൂർത്തിയുള്ളതായി കാണപ്പെടുന്ന തരത്തിൽ ദൈവത്തിന് ക്രമീകരിപ്പാൻ മനസ്സുള്ള ദൈവമാണ്. തന്നെയുമല്ല, നാം ഇതിനു മുൻപുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൊത്തിഫേറിൻ്റെ ഭവനത്തിലും ദൈവം യോസഫിൻ്റെ പ്രവൃത്തികളെ ആദരിച്ചതായി കാണുവാൻ കഴിയുന്നു. നോക്കുക, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടെന്നും യോസഫ് ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ദൈവം കൂടെ ഇരിക്കുന്നു. അത് തന്നെയുമല്ല, യോസഫ് ചെയ്യുന്നത് ദൈവം സാധിപ്പിക്കുന്നു. അതെത്രമാത്രം അനുഗ്രഹീതമായ കാര്യമാണ്. നാം ചെയ്യുന്നത് ദൈവം സാധിപ്പിച്ചു തരുന്നു. അതിന് നാം ദൈവത്തോട് കൂറുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കണം, ദൈവം പ്രസാദിക്കുന്നത് ചെയ്യുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന, നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സഫലമാക്കുന്ന, നമ്മോടുകൂടെ ഇരുന്ന് നാം ചെയ്യുന്നതിനെ സാധിപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ, ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ സകല തലങ്ങളും സമർപ്പിക്കുവാൻ ഈ സന്ദേശം മുഖാന്തരമായി തീരണം. അപ്പോൾ തന്നെ ഹൃദയത്തിലേക്ക് വന്ന മറ്റൊരു വാക്യം അങ്ങേ ഓർമ്മപ്പെടുത്താം. സദൃശവാക്യം 16-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശം സാധിക്കും. നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ, എൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ മറക്കരുത്. ആ ഉദ്ദേശങ്ങൾ ദൈവപ്രസാദമുള്ളതായിരിക്കണം. ദൈവത്തിൻ്റെ മുൻപാകെ പ്രസാദമായ ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന് സമർപ്പിക്കണം. വളരെ വ്യക്തമായി ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം ഇത് തന്നെയല്ലേ? എൻ്റെ ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാത്തതിൻ്റെ കാരണം ഇത് തന്നെയല്ലേ? നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ആ വിഷയങ്ങളിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കുവാനും കർത്താവിൻ്റെ മുൻപാകെ എൻ്റെ പ്രവൃത്തികളെ വീണ്ടും പുനർസമർപ്പണം ചെയ്യുവാനും കർത്താവ് കൃപ തരികയുണ്ടായി. അങ്ങയോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, യോസഫിനോട് കൂടെ ഇരുന്ന് അവൻ്റെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി സഫലമാക്കിയ ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് സമർപ്പിക്കുവാനാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ദൈവഹിതമല്ലാത്തത് മാറ്റിവെക്കുവാൻ കഴിയും. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ സ്വർഗത്തിലെ ദൈവം നിവർത്തിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതിനായിട്ട് കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു.